ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ജൂലൈ മാസത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ജൂലൈ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ പലരും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വിഷമിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ വരുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയും. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് മറ്റേതെങ്കിലും ഒരു പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് അല്പസമയത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് മാക്സിമം കണക്റ്റ് ആവാൻ നോക്കുക. നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു വിഷ്വല് മനസ്സിലേക്ക് കൊണ്ടുവന്ന് മാത്രം ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന എനർജീസ് എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പരിധി വരെ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ച വ്യക്തികളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ എന്ത് തന്നെ ആയിരുന്നാലും ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ബ്രേക്കായി പോയിട്ടുണ്ടാവുകയോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് അതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് ഒരു പരിധി വരെ മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ആ ഒരു സിറ്റുവേഷനിൽ അത്രത്തോളം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് പറയാൻ സാധിക്കുക. അപ്പോൾ മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ മറന്നുപോയിന്നോ, അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഇനി ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല എന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായ വഴിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു മിസ്റ്ററീസ് നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് വെളിവാകുന്ന ഒരു സമയമാണിത് എന്നാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് എനർജി ട്രെയിൻ ചെയ്ത് കളഞ്ഞ വ്യക്തികളാണ്. ഒരുപാട് ഇത് നിലനിൽക്കുന്നതിന് വേണ്ടി പണിപ്പെട്ട് നടന്ന ആളുകളാണ്. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ, അല്ലെങ്കിൽ ഒരു ഫേസ് എത്തിയപ്പോൾ നിങ്ങളത് തനിയെ നിർത്തി, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ വഴിയിലേക്ക് മാറി സഞ്ചരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി തന്നെയാണ്. അതാണിപ്പോൾ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയാനായിട്ട് സാധിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഒരു പേഴ്സൺ വരുമ്പോൾ വരട്ടെ, ഞാൻ അതുവരെ എൻ്റെ കാര്യങ്ങളിലേക്ക് പോകട്ടെ എന്നുള്ളൊരു എനർജിയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ നിങ്ങളിവിടെ നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും മുടക്കി ഇവർ വരുന്നത് നോക്കിയും നമ്മൾ പറയുന്ന കംപ്ലീറ്റ്ലി ഒരു വെയിറ്റിംഗ് എനർജിയിലല്ല ഉള്ളത്. ഇവരിപ്പോൾ വരുമ്പോൾ വരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഒരു ജസ്റ്റിസ് ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം ലഭിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇത്രയും നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം, അപ്പോൾ അതിനാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുക. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒട്ടും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും ഒരു വീക്ക് റിലേഷൻഷിപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് എനർജി ഇതിനകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ആക്കിയിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സാഹചര്യവശാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്താലോ നിങ്ങൾക്ക് അതൊന്നും നടന്നു കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇതിൽ നിന്നൊന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രം ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വന്ന് പതിയെ വഴിമാറുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനകത്തുള്ള മിസ്റ്ററീസ് ഒക്കെ അറിയണമെന്ന് തന്നെയാണ് നിങ്ങളുടെ മൈൻഡിനകത്തുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരൊക്കെയോ പുറത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രത്തോളം ആഗ്രഹിക്കാത്ത ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ലൈഫിനകത്ത് കാണാം.
ഒരു പരിധിവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ അത് ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു കാര്യമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ബന്ധം മുന്നോട്ട് പോകാനായിട്ട് ആ ഒരു വ്യക്തികളോ ഒട്ടും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലായിരിക്കാം തോന്നുന്നുണ്ടാവും. അതൊരു പക്ഷേ ഫാമിലി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ വേണമെങ്കിൽ അതൊരു സെക്കൻഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചില വ്യക്തികൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു ഹാമായിട്ടുള്ള രീതിയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു പ്രസൻസ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പുറത്തുള്ള ഇത്തരം വ്യക്തികളുടെ സാന്നിധ്യം തന്നെയാണ് ഒരു പരിധിവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു റീസൺ. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ആ ഒരു ജൂലൈ മാസത്തെ റീഡിംഗ് ആണ്. അല്ലെങ്കിൽ ജൂലൈ മാസം നിങ്ങൾക്ക് ഉണ്ടാകുന്ന, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നിങ്ങൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ജൂലൈ മാസം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മിഥുന മാസത്തിൻ്റെ അവസാന പകുതിയും കർക്കിടക മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയും വരുന്നതാണ്. അപ്പോൾ കർക്കിടകം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലേ, അതൊരു പുണ്യമാസമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ആ ഒരു സ്പിരിച്വൽ വേയിലേക്ക് തിരിയേണ്ടുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മളുടെ പിതൃക്കളെ, നമ്മളുടെ കുടുംബത്തിലെ മൺമറഞ്ഞു പോയ ആളുകളെ നമ്മൾ സ്മരിക്കേണ്ടുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു അനുഗ്രഹം കൂടി നമുക്ക് ഉണ്ടാവേണ്ടുന്ന ഒരു സമയം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ കുഴപ്പിക്കുന്ന പല പ്രശ്നങ്ങളും, റിലേഷൻഷിപ്പ് മാത്രമല്ല ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആ ഒരു തരത്തിൽ നമ്മൾക്ക് പിതൃപ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളുടെ തടസ്സങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകാനായിട്ടൊക്കെ നമുക്ക് അനുഗ്രഹം കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പിതൃക്കളുടെ പ്രതീകമായിട്ട് നമ്മൾ കണക്കാക്കുന്ന കാക്കയുടെയൊക്കെ സാന്നിധ്യം ഇതിനകത്ത് വന്നതുകൊണ്ട് ഞാൻ അതുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയങ്ങളിൽ നമ്മൾ ആ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവാണ്. കാരണം ഈ പ്രാർത്ഥനകൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വഴിപാടുകളായിക്കോട്ടെ, എല്ലാം എല്ലായ്പ്പോഴും നമുക്കത് സ്യൂട്ടായി പോകണമെന്നില്ല. കാരണം ചിലർ ചോദിക്കും വഴിപാട് എപ്പോൾ ചെയ്തു കഴിഞ്ഞാലും അത് ശരിയായിട്ട് വരില്ലേ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു രോഗാവസ്ഥയുടെ കാര്യം പറയുന്ന പോലെയാണ്, അസുഖം എന്താണ് എന്നറിഞ്ഞ് ചികിത്സിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മളുടെ സമയം ഇപ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ സമയദോഷത്തിന് ഇപ്പോൾ തക്കതായിട്ട് ചെയ്യേണ്ടുന്ന ഒരു വഴിപാട് എന്താണ്, അല്ലെങ്കിൽ പ്രാർത്ഥന എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ ഇരുട്ടിൽ തപ്പുക അല്ലെങ്കിൽ ജനറലായിട്ട് പല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് വേണ്ടത് എന്താണോ അതിനുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിൽ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ, മാനസിക വ്യത അല്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ, ഇതിനൊക്കെ ഒരു അറുതി വരേണ്ടുന്നൊരു സമയം കൂടിയാണ്. അതായത് അതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് വരേണ്ടുന്നൊരു സമയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജഡ്ജ്മെൻറ്റ് പീരീഡിലേക്ക് എത്തിയിട്ടുണ്ടാവാം. നമ്മളുടെ ഈ ജന്മത്തിലെ കർമ്മങ്ങളും അല്ലെങ്കിൽ മുജന്മത്തിലെ കർമ്മങ്ങളും ഒക്കെ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നമ്മൾ അനുഭവിച്ച് തീർത്ത് ഒരു പുതിയ രീതിയിലേക്ക്, അല്ലെങ്കിൽ നമുക്കൊരു പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണം നടന്ന് നമ്മൾ മാറിയൊരു സ്റ്റേജ് ആയിരിക്കും. അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, വളരെ കുറച്ച് പേർക്കായിരിക്കാം. എല്ലാവർക്കും ഒരേ സമയം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളിൽ ചിലരെന്നെങ്കിലും പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറ്റം നടന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനസിക സംഘർഷം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും എന്തിനാണോ നിങ്ങളുടെ മനസ്സുകൊണ്ട് തേടി നടന്നിരുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്, എന്തിനു വേണ്ടിയാണോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തത്, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പോലും ഓർക്കാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് വന്ന് ചേരേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ എതിർത്തിരുന്ന അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ദോഷകരമായിട്ട് വരും എന്ന് കരുതിയിരുന്ന വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകുമെന്ന് ചിലപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കാനായിട്ട് സാധ്യതയില്ല. ചിലവർ നല്ല സ്ട്രോങ് ഡിറ്റർമിനേഷനോടുകൂടി പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ മാനസികാവസ്ഥയാണ്. അപ്പോൾ എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു അറുതി വരിക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ശത്രുസ്ഥാനത്ത് നമ്മളുടെ എതിർ സൈഡിൽ നിൽക്കുന്നത് ആരാണോ ആ വ്യക്തിയെ കൊണ്ട് ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഉപദ്രവങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും കൊണ്ട് അത് മാറിപ്പോവുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു റിസൾട്ട് കിട്ടാൻ പറ്റിയൊരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്, അവർ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ വിദേശത്ത് താമസമാക്കിയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരവിനുള്ള ഒരു സാധ്യതയുള്ള സമയം കൂടിയാണ്. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റ് ഒക്കെ ഇല്ലാതിരിക്കുന്നതായിരിക്കാം.
അല്ലെങ്കിൽ ഒരു ലെസ് കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും നേരിൽ കണ്ടിട്ട് ആ ഒരു ഫിസിക്കൽ പ്രസൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് നാളുകളായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് എത്താൻ അല്ലെങ്കിൽ നേരിട്ട് കാണാനായിട്ട് ആ ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്ന പോലെ നേരിട്ട് കാണാനായിട്ടുള്ള സാധ്യതകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ ഒരുപാട് നാളുകളായിട്ട് ഒരു ബ്ലോക്കിംഗ് സിറ്റുവേഷനിലൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരസ്പരം പോയിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് യാതൊരു എന്താ പറയുക മുഖവും തരാതെ മാറി നടക്കുന്നൊരു സാഹചര്യമാണ്. ചിലപ്പോൾ ചിലർക്കൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരിൽ നിന്നൊരു മെസ്സേജ് കിട്ടുക, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു ടൈമാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നഷ്ടങ്ങളുടെ കാലഘട്ടമായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു തിരിച്ചു പിടിക്കലിൻ്റെ കാലഘട്ടമായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കറക്റ്റ് ഇതൊരു ജൂലൈ മാസം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഈ ഒരു കർക്കിടകം കഴിയുന്നത് വരെയൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഒരു എനർജി ഉണ്ടായിരുന്നിരിക്കാം. കറക്റ്റ് ആ ഒരു 30 ദിവസം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, അതിനേക്കാൾ കൂടുതലായിട്ട് ഉണ്ടാവാനെങ്കിലേ സാധ്യതയുള്ളൂ. അപ്പോൾ ആ ഒരു തരത്തിൽ നിങ്ങളുടെ ആ ഒരു മോഹങ്ങൾ പൂവണിയാൻ പറ്റിയൊരു സമയം, അല്ലെങ്കിൽ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നീറി ഇരുന്ന ആ ഒരു കാര്യങ്ങൾക്ക് ഒരു അറുതി വരിക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് സ്വയമേ നമുക്കൊന്ന് ഹീലാവാനായിട്ട് സാധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീലിംഗ് ആണ്. കാരണം അതിന് മറ്റാരും വിചാരിച്ചത് കാര്യമില്ല, നമ്മൾ തന്നെ വിചാരിച്ച് മാറേണ്ടുന്നൊരു കാര്യമാണ്. അതിന് പലർക്കും സമയം അത്യാവശ്യമായിട്ട് വേണ്ടുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ നല്ലൊരു മാനസികാവസ്ഥ വേണം. പിന്നെ നമുക്ക് ആ ഒരു ദൈവാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പല പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനും അതുപോലെ ആ ഒരു ഹീലിംഗ് എന്ന് പറയുന്ന ആ ഒരു കടമ്പ കടക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു സമയം തന്നെയാണ്. അപ്പോൾ പലരിലും പല കാര്യങ്ങളും അല്ലെങ്കിൽ പല പ്രകടമായിട്ടുള്ള മാറ്റങ്ങളും ആയിരിക്കാം ഉണ്ടാവുന്നത്. ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നമ്മളിവിടെ കാണുന്നത് കുറച്ചധികം ആ ഒരു വിൽ പവറോടുകൂടി മുൻപോട്ട് പോയ വ്യക്തികൾക്ക് വരുന്ന ആ ഒരു മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ അറിയാൻ കൊതിച്ച കുറച്ച് കാര്യങ്ങൾ വെളിവാകുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുപേക്ഷിച്ച് പോയ നഷ്ടപ്പെട്ടു പോയ ആ ഒരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ചിലവർക്ക് അതൊരു ഹീലിംഗ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. നമുക്ക് ലാസ്റ്റ് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. റെസനേഷൻ എത്രത്തോളം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഇതിനകത്ത് മാച്ച് ആവുന്നുണ്ടോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എങ്കിൽ പോലും നമുക്ക് റെസനേറ്റ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് ക്ലൂസ് ലാസ്റ്റ് എടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ദൈവാധീനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു ഡിസിഷൻ ഒന്നും എടുക്കാൻ സാധിക്കാതെ നിങ്ങൾ വിഷമിക്കുന്നൊരവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ ഏത് തീരുമാനം എടുക്കണം, എന്ത് ചെയ്യണം, അത് അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ അത് ദോഷം ചെയ്യുമോ എന്നൊക്കെ വിചാരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ ഒരു തെറ്റാതെയുള്ള നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. കാരണം ചില ഘട്ടങ്ങളിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് നമ്മൾ പറയാറുണ്ട് പേഴ്സണൽ റീഡിങ്ങിനൊക്കെ വരുന്നവരോട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു പ്രധാന തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് കുഴയ്ക്കുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ നേരിടുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ സാധിക്കുക. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമഘട്ടം അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോയവർക്ക് ഒരു മാറ്റം അവരിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ തിരസ്കരിച്ചിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ബന്ധമാണ് കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒഴിവാക്കി പോയവരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നൊരു സമയം കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാഹചര്യം കൂടി ഒരുങ്ങുന്ന ഒരു സമയം തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്ന ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന, അല്ലെങ്കിൽ ആ ഒരു തലക്ക് ചൂട് പിടിച്ച പോലത്തെ അവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരു മൈൻഡ് വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് വളരെ ഹോപ്പായിട്ട്, അതാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് പുത്തൻ പ്രതീക്ഷകൾ നിങ്ങളുടെ മനസ്സിൽ സ്വതവേ തന്നെ വരാൻ പറ്റുന്നൊരു സമയമാണ്. കാരണം നിങ്ങളായിട്ട് തന്നെ ഒരു വിഷമിച്ചിരിക്കേണ്ടുന്നൊരവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി ഒരു ഹീലിങ്ങിലേക്ക് പോകാനും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ബെറ്റർ മോട്ടിവേറ്ററായിട്ട് മാറാനും ഒക്കെ പറ്റിയ ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള, നമ്മളിപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനായിട്ട്
സാധ്യതയുള്ളൊരു സമയം തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ദൈവാനുഗ്രഹവും നമ്മളുടെ പിതൃക്കളുടെ അനുഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെ പറ്റിയൊരു സമയം തന്നെയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ജൂൺ മന്താണ്. അത്തം നക്ഷത്രം, സെജിറ്റേറിയസ് സോഡിയാക് സൈൻ, കാസർഗോഡ് ഡിസ്ട്രിക്റ്റ്, അശ്വതി നക്ഷത്രം, മാർച്ച് മന്ത്, സെപ്റ്റംബർ മന്ത്, letter G, letter S, number 6, July month, Malappuram district, Magam Nakshatram, number 18, number 14, letter O, Taurus zodiac sign, number 12, Kottayam district, number 21, Alappuzha, number 31, letter A, letter N, number 3, ചോതി നക്ഷത്രം, ആൻഡ് ഫൈനലി ഉത്രട്ടാതി നക്ഷത്രം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് നല്ല ഒരു നമ്മൾ റീഡിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ പുത്തൻ പ്രതീക്ഷകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സമയമാണ്. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് അത് നേടിയെടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.